നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹൽവയാണ്. എല്ലാവർക്കും ഹൽവ ഇഷ്ടമായിരിക്കുമല്ലോ. ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ നമ്മുടെ ബാക്കി വന്നിട്ടുള്ള പഴം, അതായത് തൊലിയൊക്കെ കറുത്തിട്ട് നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള പഴം ഉപയോഗിച്ചിട്ടോ. ചെറുപഴം ഉപയോഗിക്കാം, നേന്ത്രപ്പഴം ഉപയോഗിക്കാം. അപ്പോൾ പഴം ഉപയോഗിച്ചിട്ട് നല്ലൊരു ഹൽവയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും ഹൽവ. നമ്മുടെ സാധാരണ ബനാന ഹൽവ ഉണ്ടാക്കുന്നത് പോലെയല്ല, കളറിലും അതുപോലെ തന്നെ ടേസ്റ്റിലും സ്മെല്ലിലൊക്കെ ഒരു മാറ്റമുള്ള ഒരു ബനാന ഹൽവ കേട്ടോ ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ ബനാന ഹൽവ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ബനാനയാണിത്. ഇത് കണ്ടില്ലേ, ഒരുപാട് കറുത്ത ബനാനകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിത് എല്ലാം പീൽ ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളം ചേർക്കണമെങ്കിൽ പിന്നെ നമ്മൾ ആ വെള്ളമൊക്കെ വറ്റിച്ച് കളയേണ്ടി വരും. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ആദ്യം. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ പൊട്ടാറ്റോ മാഷറില്ലേ, അത് ഉപയോഗിച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റ് ചക്ക അങ്ങനെ വേവിക്കല്ലേ ചെയ്യുക, അതുപോലെ ചെയ്താലും മതി കേട്ടോ. ഇവിടെ ഒരു കടായി ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെ ചെമ്പിൻ്റെ ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് മണ്ണിൻ്റെയാണ്. ഇനി ഈ ചൂടായ കടായിലോട്ട് നമുക്ക് നെയ്യ് ചേർക്കാം കേട്ടോ. 2-3 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചാലും മതി. നമ്മൾ നെയ്യ് നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഈ ചൂടായ എണ്ണയിലോട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ചേർക്കാം കേട്ടോ. ഒരു 4-5 കാഷ്യൂ നട്ടാണ്. ചൂടായ നെയ്യാണ്, ചെറുതാക്കി മുറിച്ചിട്ട് ചേർക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൽവയിൽ മുഴുവനായിട്ട് തന്നെ നമുക്കിത് സ്പ്രെഡ് ചെയ്യാൻ കിട്ടും കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ നിറായി വരട്ടെ ഇത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് റൈസിൻസ് കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം. ഫ്രൈ ആയി വരട്ടെ ഇത്. ഇവിടെ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പ്ലേറ്റിനെ ഗ്രീസ് ചെയ്തെടുക്കണം. ഇനി ഈ ഗ്രീസ് ചെയ്തെടുത്ത പ്ലേറ്റിലോട്ട് ഞാൻ ഈ നട്ട്സ് മാറ്റിയാണ് നമ്മുടെ ഹൽവ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഈ നട്ട്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് പകരമായിട്ട് നമ്മുടെ ഹൽവയിൽ മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതായത് നമ്മൾ ഹൽവയുടെ ഫൈനൽ പോർഷൻ വരുമ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ നട്ട്സൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാൻ ഈ നെയ്യ് ഒഴിവാക്കുന്നില്ല കേട്ടോ. ഈ നെയ്യോട് കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള പഴം ചേർക്കാം. ഈ പഴം നമുക്ക് ഒന്നുകിൽ മാഷ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി. ചൂടായ പാനിലേക്ക് നമുക്കിത് മാറ്റാം. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇടതടയിലാണ്ട് ഇളക്കി കൊടുക്കണം. ആദ്യമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ അവിടെ അടി പിടിക്കുന്ന ഒരു പരുവൊക്കെ ആവുമല്ലോ, ആ സമയത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ എടുത്ത പഴം ഏകദേശം ഒരു 3 കിലോയോളം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ബനാന അതില്ലേ നന്നായിട്ട് തന്നെ ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ ഒരുവിധം ഇങ്ങനെ വറ്റി നല്ല തിക്കായി വന്ന് തുടങ്ങി കേട്ടോ. ഇനി ഇതിലോട്ട് ഒന്നിട്ട് നമുക്ക് ശർക്കര പാനിയാക്കിയിട്ട് ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. രണ്ടും ചേർക്കാം. ശർക്കര പാനിയാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ അതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ആ സമയം പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പഴം നല്ല മധുരമുണ്ട്. ചെറുപഴമാണല്ലോ ഞാൻ യൂസ് ചെയ്തിട്ടില്ലേ. പിന്നെ 1-2 നേന്ത്രപ്പഴം കൂടെ ഉണ്ട് ഇതിൽ. ഞാനപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതൊരു കപ്പ് ഉണ്ട് കേട്ടോ പഞ്ചസാര. നമുക്ക് പഴത്തിൻ്റെയൊക്കെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതലോ കുറവൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം മധുരം വേണം അതുകൂടെ നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴും ഒന്ന് ലൂസായി വരും. ഇത് വീണ്ടും നമുക്കിത് ചെറു ചൂടിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അടിയിലൊന്ന് പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പം നമ്മുടെ ഹൽവ അങ്ങനെ ഇപ്പം നമ്മൾ ചേർത്ത് പഞ്ചസാരയ്ക്ക് ഒന്ന് ഡ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹൽവയിനെ കാണാനൊരു ഭംഗിയൊന്നുമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ശർക്കര ചേർക്കുകയാണെങ്കിൽ പിന്നെ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് എഡിബിൾ ഫുഡ് കളർ ചേർക്കാം. അതുപോലെ തന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഏലക്ക പൊടിച്ച് ചേർക്കാം. ഇവിടെ ഞാൻ ചേർക്കുന്നത് മാജിക് ഫ്ലാരീസിൻ്റെ പാപ്പിലോൺ ലിക്വിഡ് ഫുഡ് കളർ, അതുപോലെ തന്നെ പാപ്പിലോൺ ഫുഡ് ഫ്ലേവർ, ഇവ രണ്ടും കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതിന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ബനാന ഫ്ലേവർ യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്ട്രോബെറിയാണ്. ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സ്ട്രോബെറി റെഡിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ട് വേറെ ഫ്ലേവർ യൂസ് ചെയ്യാം. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡ്രോപ്പർ കിട്ടുന്നുണ്ട്. 1 ml ഡ്രോപ്പറാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് 1 ml കേട്ടോ. ഒരു ഓവറായിട്ടുള്ളൊരു സ്മെല്ല് ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സ്ട്രോബെറി ഫ്ലേവർ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്ട്രോബെറി ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വാനില എസൻസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നമുക്കിതിലോട്ട് കളർ കൂടെ ആഡ് ചെയ്യണ്ടേ. ഫ്ലേവർ സ്ട്രോബെറി ആയതുകൊണ്ട് തന്നെ ഞാൻ കളറ് പിങ്ക് കളറായിട്ട് എടുത്തിട്ടുള്ളത്. പിങ്കും തന്നെ നമുക്ക് 1 ml എടുക്കാം. നമുക്കിത് പാനിലോട്ട് ചേർക്കാം. സ്ട്രോബെറി ഫ്ലേവറിന് അനുസരിച്ചിട്ടുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഹൽവ ലൈറ്റ് പിങ്ക് കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബനാനയ്ക്ക് ഒരുവിധമൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഒന്നുകൂടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഹൽവ പോലെ ആയിരിക്കും കേട്ടോ ഈ ഹൽവ. അപ്പോൾ എണ്ണ ഒഴിക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് എണ്ണ ഒഴിക്കാം കേട്ടോ. ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ ഈ മിക്സ് ഫ്രൈ ആയി വരണം. അതിനുശേഷം എണ്ണ വിട്ട് വരണം. അതുവരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇടതടവില്ലാണ്ട് ഇളക്കണം. അതുപോലെ തന്നെ ഈ ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത്, അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം കണ്ടില്ലേ നമ്മുടെ ഹൽവയിൽ നിന്ന് എണ്ണ ഇറങ്ങി വരുന്നുണ്ട്. ഇതുണ്ടല്ലേ പാനിലൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒഴിച്ച എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ ഇങ്ങനെ ഇറങ്ങി വരട്ടെ. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ, ഇനി അടുപ്പിലാണെങ്കിൽ വളരെ ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാവൂ, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇടതടവില്ലാണ്ട് തന്നെ ഇളക്കണം. ഇടയ്ക്ക് നിർത്താനൊന്നും പറ്റില്ല. നമ്മുടെ ഹൽവ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ എണ്ണയിൽ. നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണ ഇപ്പോൾ ഈ ഹൽവയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ 1/2 കപ്പ് എണ്ണയാണ് ഒഴിച്ച്. ആ എണ്ണയ്ക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം എണ്ണയ്ക്ക് ഇവിടെ പുറത്ത് ഹൽവയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൽവയുടെ ടെക്സ്ചറേ മാറിപ്പോയി. നമ്മൾ സാധാരണ ഒരു ഹൽവയുടെ അതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹൽവയിൽ നിന്ന് കിട്ടിയ എണ്ണ കേട്ടോ. ഈ എണ്ണ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹൽവ. അപ്പം ഈ ഹൽവേനെ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേറ്റിലോട്ട് മാറ്റുകയാണേ. നല്ല ചൂടുണ്ട്, ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ഈ പ്ലേറ്റിൻ്റെ അടിയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഹൽവ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി കയ്യിൽ വെള്ള കളർ എള്ളുണ്ടെങ്കിൽ ആ എള്ള് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ സാധാരണ ഹൽവയിലൊക്കെ എള്ള് കൂടെ വെക്കാറുണ്ട്. അപ്പോൾ എള്ള്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്, അതൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഹൽവ നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. തണുത്താൽ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യാൻ കഴിയും. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ ഷേപ്പിൽ നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം 1-2 മണിക്കൂർ എടുക്കും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ പിങ്ക് കളർ ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് ഡാർക്ക് കളറാണ്, ബനാന ഹൽവയാണ്. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് സ്ട്രോബെറി ഫ്ലേവറാണ്. അപ്പോൾ ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് ഇതേപോലെ ഇത് എടുക്കാൻ കിട്ടുക. ഇത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് തന്നെ ഫ്ലിപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓരോ ഹൽവയുടെ പീസായിട്ട് എടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ശരിക്കും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയൊരു ഹൽവയെന്ന് തോന്നില്ല. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഹൽവ അതേപോലെ തന്നെയുള്ള ഹൽവയാണ്. അപ്പോൾ ഇനി ഞാനിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. വളരെ ഈസി ആയിട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തു. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം വന്നില്ല. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഹൽവയുടെ അതേ ടെക്സ്ചറാണ്. പക്ഷേ നമ്മൾ ഹോം മെയ്ഡ് ആണല്ലോ, അപ്പോൾ ടേസ്റ്റിന് മാറ്റം ഉണ്ടായിരിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഹോം മെയ്ഡ് ബനാന ഹൽവ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ പ്രത്യേകത, ഞാൻ ഈ ഹൽവ വിറകടുപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഒഴിവാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പഴം ഉപയോഗിച്ചിട്ടാണ് ഈ ഹൽവ ഉണ്ടാക്കിയിട്ടുള്ളത്. നേന്ത്രപ്പഴം, ചെറുപഴം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.